തിരുവചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 103 സങ്കീർത്തനം 1 തിരുവചനം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. സങ്കീർത്തകനായ ദാവീദിന്റെ പ്രാർത്ഥനയാണിത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. നമ്മുടെ ജീവിതം കർത്താവിനെ ആരാധിക്കുവാനുള്ള ജീവിതമാണ്. ഇന്ന് പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലും ആധിപത്യം പുലർത്തുന്ന എല്ലാ സാത്താന്യ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ രക്തം കറയില്ലാത്ത രക്തമാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്, സകല നന്മകളുമുണ്ട്. ഈ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവിൻ്റെ ദൂതന്മാരെ തിരുരക്തം പെരുമഴ പോലെ നമ്മുടെ കുടുംബങ്ങളിൽ തെളിക്കാൻ പോവുകയാണ്. പാപ രോഗ ശാപ ബന്ധനങ്ങൾ തകരുന്ന സമയം, നാളുകളായി നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകള്, തകർച്ചകള്, വിട്ടുമാറാത്ത പരാജയങ്ങള്, നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല വിധത്തിലുള്ള ദുരിതങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ രക്തം നദി പോലെ ഒഴുകപ്പെടുന്ന സമയം നമുക്ക് ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തമേ, ഞങ്ങളെ വിടുവിക്കണമേ. യേശുവിന്റെ രക്തമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുവിന്റെ രക്തമേ, ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ രക്തമേ, ഞങ്ങളുടെ തലമുറകളെ സ്വതന്ത്രമാക്കണമേ. പാപ രോഗ ശാപ ബന്ധനത്തിൽ നിന്ന് യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ അഭിഷേകം ഞങ്ങളിൽ നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രക്തത്തെ വിളിച്ചു പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും പെരുമഴ പോലെ യേശുവിന്റെ രക്തം പെയ്യട്ടെ. കരമടിച്ച് ഹൃദയം തുറന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ, യേശുവിന്റെ രക്തമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, യേശുവിന്റെ രക്തമേ സകല ശാപ കെട്ടുകളെയും പൊട്ടിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. എല്ലാവരും രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ. കർത്താവിന്റെ ദൂതന്മാരെ രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ രക്തമേ, അറിയില്ലാത്ത രക്തമേ, സാത്താൻ അടിസ്ഥാനങ്ങളെ ചിഹ്നഭിന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പാടി ആരാധിച്ചോ. ഇത് അത്ഭുതത്തിന്റെ സമയമാ, കൃപ വെളിപ്പെടുന്ന സമയമാ. സ്തുതിച്ചു പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ മാറി കരങ്ങളടിച്ച് ഒന്ന് ആത്മാവിൽ മൂവ് ചെയ്ത് ദൈവകൃപ കടന്നു വരുന്ന സമയം അനേകം വിടുതലുകളും സൗഖ്യങ്ങളും കർത്താവ് പ്രദാനം ചെയ്യുക. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചു പാടുന്നു. ഹല്ലേലൂയ 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 യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ സകല കെട്ടുകളെ പൊട്ടിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ 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 ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുത വിടുതലുകൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത കൃപാവരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. യേശുവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ. യേശുവിന്റെ രക്തമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും രോഗത്തിന്റെ അടിമത്തങ്ങളിൽ നിന്നും ശാപമുഖങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത കൃപകൾ, അത്ഭുത രോഗശാന്തികൾ പതിനായിരങ്ങളിൽ വെളിപ്പെടട്ടെ. ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. വിടുതലിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം നിറഞ്ഞൊഴുകട്ടെ നിറഞ്ഞൊഴുകട്ടെ. താങ്ക് യു ജീസസ്. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ശക്തിയുണ്ട് ശക്തി, അത്ഭുത ശക്തി, യേശുവിൻ രക്തത്തിൽ ശക്തിയുണ്ട് ശക്തി, അത്ഭുത ശക്തി, യേശുക്രിസ്തുവിൻ രക്തത്തിനാൽ ശക്തിയുണ്ട്. കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിച്ച് പാടുക. കർത്താവിന്റെ രക്തമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ, വിമോചിപ്പിക്കണമേ. ശക്തിയുണ്ട് ശക്തി, അത്ഭുത ശക്തി, യേശുക്രിസ്തുവിൻ രക്തത്തിനാൽ. പരിശുദ്ധമേ, തിരുരക്തത്തിലൂടെ ലഭ്യമായ സകല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാർവത്രിക സഭയിൽ ജൂലൈ മാസം 1-ാം തീയതി തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ തിരുസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തിരുരക്തത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ, തിരുരക്തത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെ നമുക്ക് പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും ലഭിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക്
പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എത്ര പേര് വിശ്വസിക്കുന്നു യേശുവിൻ്റെ രക്തം നമ്മുടെ നിത്യരക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന്? നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണിത്. ഇത് ബേസാണ്. കർത്താവ് തൻ്റെ രക്തത്തിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ നേടിത്തരികയാണ്. എന്തിനാണ് ഈശോ രക്തം ചിന്തി മരിച്ചത്? ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ തിരുവാക്യം. ഇന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്തിനാണ് കർത്താവ് കുരിശിൽ മരിച്ചത്? എന്തിനാണ് യേശു രക്തം ചിന്തിയത്? ഒരു നേരം പോക്കിനോ തമാശയ്ക്ക് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. ഇത് ദൈവിക വ്യവസ്ഥയാണ്. പാപമോചനം സംഭവിക്കണമെങ്കിൽ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപപരിഹാരമില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ബലിമൃഗങ്ങളെ കൊണ്ടുവരുന്നു, ബലിപീഠത്തിൽ ആ ബലിമൃഗങ്ങളെ വെച്ച് അവയെ അറുക്കുന്നു. അവയുടെ രക്തത്താൽ ശുദ്ധീകരണവും പാപമോചനം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ രക്തം ചിന്തിയത് മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നമുക്ക് സമ്പൂർണമായ പാപമോചനമുണ്ട്. നമ്മൾ ഇന്ന് അല്പമായി ധ്യാനിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തിരുരക്തത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രമാത്രം അനുഗ്രഹങ്ങൾ, നന്മകൾ യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ നിങ്ങളോട് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പങ്കുവെക്കാനായി ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതെന്തുമാത്രം വലിയ ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഒരുപാട് ആനന്ദം തരുന്നൊരു വചനമാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു പാപക്കറയുമില്ല. എന്തുമാത്രം അനീതിയുടെ കറ, കണ്ണുനീരിൻ്റെ കറ, അശുദ്ധിയുടെ കറ, രക്തക്കറകൾ, വിവിധങ്ങളായ പാപക്കറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട. അനുതാപത്തോടെ, ഹൃദയനുറുക്കത്തോടെ കർത്താവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആ സകല കറകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ പ്യൂറാക്കുകയാണ്. നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റുകയാണ്. ഒരിക്കൽ ഈ മെസ്സേജ് ഞാൻ സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു ചേട്ടായി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. പലപ്പോഴും പിശാചൻ അസ്വസ്ഥപ്പെടുത്താറുണ്ട്, കുറ്റബോധം തന്ന് നീ പാപിയാണ്, നീ പാപിയാണ്, ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നിനക്ക് പറ്റത്തില്ല, ഈ കൃപ സ്വീകരിക്കാൻ നിനക്ക് പറ്റത്തില്ല, കർത്താവിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല, നീ ആ പാപം ചെയ്തില്ലേ, നീ ഈ പാപം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അനേക കുറ്റബോധത്തിൻ്റെ പിടിയിലായിരുന്നു ആ മനുഷ്യൻ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈ സദ്വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരാൻ തുടങ്ങി. അദ്ദേഹം ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇനി പിശാചിൻ്റെ ഈ പരിപ്പ് എൻ്റെ അടുത്ത് വേവത്തില്ല, എനിക്ക് സത്യം മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. സകല കുറ്റബോധങ്ങളെ വിട്ടുകളഞ്ഞ് അനുതാപ ഹൃദയത്തോടെ
കർത്താവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കണം. രണ്ടാമത്തെ അനുഗ്രഹമാണ് യേശുവിൻ്റെ രക്തം സാത്താന്റെ മേൽ നമുക്ക് വിജയം നൽകുന്നു. എല്ലാ അടിമക്കെട്ടുകളെയും എല്ലാ പാപരോഗ ശാപബന്ധനങ്ങളെയും തകർക്കുവാനുള്ള അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിനുണ്ട്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവാക്യം, അവരാകട്ടെ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാത്താന്റെ മേൽ വിജയം നേടി. അവരാകട്ടെ, ആരാണ് ഈ അവരെ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്, അവന്റെ വിശ്വസ്തര ആത്മാക്കളാണ്. ഇവർ കർത്താവായ യേശുവിന്റെ രക്തത്തിലൂടെ സാത്താന്റെ മേൽ വിജയം നേടുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തെ അത്രമാത്രം സാത്താൻ ഭയപ്പെടുന്നു. എന്താ കാരണം? കർത്താവ് തൻ്റെ രക്തം ചിന്തലിലൂടെയാണ് സാത്താന്റെ തലയെ തകർത്തത്. പിശാചിന്റെ സാമ്രാജ്യത്തെ തകർത്ത് മനുഷ്യവർഗത്തിന് നിത്യരക്ഷ നേടിയെടുത്തത് തൻ്റെ പരിശുദ്ധമായ രക്തത്തിലൂടെയാണ്. അതുകൊണ്ടാണ് തിരുരക്തത്തെ പിശാച് അത്രമാത്രം ഭയപ്പെടുന്നത്. പ്രിയ സഹോദര സഹോദരി, കൂടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പല പല ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹൃദയത്തിൽ പറയാം, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല ദുഃഖങ്ങളും വേദനകളും, ചില സമയത്ത് പല വിധത്തിലുള്ള ചില സാത്താന്യ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവസാന്നിധ്യം നിറയപ്പെടുന്ന അനുഭവം പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബോധം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ബൈബിൾ കൺവെൻഷനിൽ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കാണും. കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിർത്തടാ, ഈ പ്രസംഗം നിർത്തടാ, ഇതെനിക്ക് ഭയമാണ്. നിന്നോടല്ല പറഞ്ഞത്, നിർത്തടാ ഈ പ്രസംഗം, ഇതെനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുലി വരുന്നത് പോലെ മുൻപോട്ടിങ്ങനെ ശക്തമായി ഓടി വരികയാണ്. അവിടെയുള്ള പ്രേക്ഷിതർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാനായി പരിശ്രമിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ആരും അദ്ദേഹത്തെ തടയണ്ട, അദ്ദേഹം മുൻപിലോട്ട് വരട്ടെ. നിർത്തടാ, ഇതെനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ശക്തിയോടെ മുൻപോട്ടിങ്ങനെ ഓടി വരികയാ. പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നൽകി. യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ആ സ്റ്റേജിന് മുൻഭാഗത്ത് നിന്ന് ഈ നായ്ക്കളൊക്കെ ഓടി വന്നിങ്ങനെ അണച്ച് നിൽക്കുന്നത് പോലെ ഇങ്ങനെ അണച്ച് കതച്ച് നിൽക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തറയിലേക്ക് മറിഞ്ഞു വീണു. അദ്ദേഹം വളരെ ശാന്തനായി. വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങേക്ക് പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ എന്നിൽ സംഭവിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്താണ് സംഭവിച്ചത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. നാളുകളായി എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖവും വേദനയും നിരാശയും പലവിധ നൊമ്പരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ദുഃഖത്തിൽ നിന്നെല്ലാം യേശുവിൻ്റെ തിരുരക്തം എനിക്ക് സമ്പൂർണമായ വിടുതൽ നൽകി. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ വലിയ ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ഒരു ഇന്നർ ഫ്രീഡം, എന്തെന്നില്ലാത്തൊരു ആനന്ദം, സ്വസ്ഥത ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ രക്തം വർഷങ്ങളായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, നൊമ്പരത്തിൽ നിന്ന് ആ മനുഷ്യനെ സമ്പൂർണമായ വിടുതൽ കൊടുത്തു. ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ സാത്താന്റെ മേൽ വിജയം നേടി. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളെന്ന് മനസ്സിലാക്കിയ പിശാച് അരിശം പൂണ്ട് നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങളെ, അനേകം വ്യക്തികളെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ
ഇന്ന് വളരെ തന്ത്രപരമായി പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ജനം കൂടുതൽ തിരുരക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കർത്താവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ഏതൊക്കെ മേഖലകളാണ് സൗഖ്യം വേണ്ടത്, വിടുതൽ വേണ്ടത്, അഭിഷേകം വേണ്ടത്, ആ തലങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ രക്തം പുഷ് ചെയ്ത് നിങ്ങൾ ആ മേഖലകളിലേക്ക് കർത്താവിൻ്റെ രക്തം തെളിച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ കരങ്ങളിൽ സ്വർഗം ഈ ശക്തി നൽകിയിട്ടുണ്ട്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ധ്യാനത്തിലെ 3-ാമത്തെ ദിവസം വൈകിട്ടുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്തുതി ആരാധന നടന്നുകൊണ്ടിരിക്കുക. തേർഡ് റോയിൽ നിൽക്കുന്ന ഒരു സഹോദരനെ പ്രത്യേകം കർത്താവിൻ്റെ ആത്മാവ് കാണിച്ചു തന്നു. ദൈവാത്മാവ് പറഞ്ഞു, അൾത്താരിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ സഹോദരന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തറയിലേക്ക് മറിഞ്ഞു വീണു. മഴവില്ല് വളഞ്ഞു നിൽക്കുന്നത് പോലെ ഈ മനുഷ്യനങ്ങ് വളഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാവ് പുറത്തേക്ക് നീട്ടുകയാണ്. അന്നാണ് മനുഷ്യൻ്റെ നാവിന് ഇത്രയും നീളമുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ആ നാവ് പുറത്തേക്ക് നീട്ടി അത് കടിച്ച് കാറി ആ ദേശം കുലുങ്ങുമാർ അദ്ദേഹം അട്ടഹാസത്തോടെ കൂവുകയാണ്. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. ഈ സമയം പരിശുദ്ധാത്മ പറഞ്ഞു, തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക. സമൂഹത്തോട് പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം പലവിധത്തിലുള്ള ചേഷ്ടകൾ, കോഷ്ടികൾ, ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ രക്തമേ ഈ മനുഷ്യൻ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഇന്നോളം വന്നിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ മനുഷ്യനെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ക്ലെയിം ചെയ്ത് അവൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും യേശുക്രിസ്തുവിന് മാത്രം അവകാശം പറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും ഇദ്ദേഹം പയ്യെ നോർമലായി വന്നു. അതിനുശേഷം അദ്ദേഹം വലിയ ആനന്ദത്തോടെ എഴുന്നേറ്റ് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കുക, തുരുതുര കുറെ മുത്തം തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്രദർ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് പാപ പ്രവൃത്തികളും എതിർ പൂജകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. 4 വർഷമായി ഞാൻ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിനെ എൻ്റെ ഏകരക്ഷകനായി സ്വീകരിച്ചിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരുപാട് ആസക്തികളും അടിമത്തങ്ങളും പല വിധത്തിലുള്ള പാപത്തിൻ്റെ പ്രലോഭനങ്ങളും ഒരുപാട് ജഡീകതകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ മൂലം ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഞാൻ ഈ ധ്യാനത്തിന് വളരെ ദുഃഖഭാരത്തോടു കൂടിയാണ് കടന്നു വന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ വലിയ ആനന്ദം അനുഭവിക്കുന്നു. എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയതുപോലെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. കർത്താവിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നെ കാണാൻ വന്നു. വളരെ ആനന്ദത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവൃത്തി അദ്ദേഹം പങ്കുവെച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം അനുഭവിക്കുന്ന പല അടിമത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിടുതൽ കിട്ടിയെന്ന് മാത്രമല്ല, ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആത്മീയമായും ഭൗതികമായും അദ്ദേഹത്തെയും കുടുംബത്തെയും കർത്താവ് ഉയർത്തി. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം ആനന്ദത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനായി ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ അനുഗ്രഹം, യേശുവിൻ്റെ രക്തം നമ്മെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ തിരുവാക്യം, അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ തുറക്കുവാനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനും നീ യോഗ്യനാണ്. എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം വഴി സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. മനുഷ്യവർഗം മുഴുവനെയും തൻ്റെ രക്തം ചിന്തലിലൂടെ യേശു ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ സമഗ്ര വിമോചകൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ദൈവത്തിനായി നേടുകയാണ്. നമ്മൾ ഇനി ലോകത്തിനുള്ളവരല്ല, നമ്മൾ പിശാചിനുള്ളവരല്ല, നമ്മൾ ദൈവത്തിൻ്റെ അവകാശമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതം പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്,
കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5:15. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു നമുക്കെല്ലാം വേണ്ടി മരിച്ചത്. കർത്താവ് എന്തിനാ മരിച്ചത്? ഈശോന്റെ രക്തം ചിന്തിയത് നമ്മളെല്ലാവരും ക്രിസ്തുവനായി ജീവിക്കുവാൻ. കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കൂടുതൽ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ നിറയുവാൻ, വളരുവാൻ തുറന്നുള്ള ദിനങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുരക്തത്തിൻ്റെ തിരുനാൾ ഏറെ ആനന്ദത്തോടെ ആശംസിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. പരിശുദ്ധ കുർബാനയായി നിങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. ഇരുകരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ, നമ്മുടെ വേദനകളെ, രോഗങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പാപ സ്വാധീനങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക ശക്തികളെ എല്ലാം കർത്താവിന്റെ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരുടെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ രക്തത്തിന്റെ പെരുമഴ പെയ്യട്ടെ. നമ്മുടെ തലമുറകളെ ശുദ്ധീകരിക്കുന്ന രക്തം, നമ്മുടെ കുടുംബ വൃക്ഷത്തെ സൗഖ്യമാക്കുന്ന രക്തം, നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന രക്തം, വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, വ്യക്തി ജീവിതങ്ങൾ അഭിഷേകത്താൽ നിറയട്ടെ, ഓരോ വ്യക്തിയിലും വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഹല 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 ഹല. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം കടന്നു വരുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി, തിരുരക്തത്തിൽ അങ്ങ് നൽകുന്ന വിമോചനത്തിനായി, അനുഗ്രഹത്തിനായി, സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ 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 സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആത്മീയതയിൽ ശ്രദ്ധയുള്ളവരാകുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ